അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം, ഇതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ഇസ്രായേലാണ് ഇതിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ഒരു രാജ്യം. കാരണം ഇറാൻ നിലനിൽക്കരുത് എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം ഇസ്രായേലിന് ഇറാൻ നിലനിന്ന് കഴിഞ്ഞാൽ ഇസ്രായേൽ പോലെയുള്ള രാജ്യത്തിന് അത് ഭീഷണിയാകും എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്രായേൽ ആദ്യം കയറി അടിച്ചത്. അത് അവരുടെ പ്ലാനിങ് ആണ്, മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഒരു ഗ്രേറ്റഡ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ആശയം അവരുടെ മുന്നിലുണ്ട്. ഈ ഗ്രേറ്റഡ് ഇസ്രായേൽ എന്ന് പറയുന്ന ആശയം അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ആ ഒരു പദ്ധതി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ കയ്യിൽ അവരെ എതിർക്കുന്ന രീതിയിലുള്ള ആയുധങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഇറാൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ അവർ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അവർ ഇത്തരം പ്രതിരോധ മേഖലയിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ഇസ്രായേലിനെയും അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും ഉറക്കം കെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ അമേരിക്കയുടെ കീഴിൽ നിൽക്കണം. ഈ ഇസ്ലാമിക രാജ്യങ്ങളായിട്ടുള്ള GCC പോലെയുള്ള കൺട്രികളൊക്കെ എപ്പോഴും അവർ അമേരിക്കയുടെ കീഴിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് അവരെ ആക്രമിക്കാതെ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറാൻ തകർന്നു കഴിഞ്ഞാൽ, ഇറാനെ പൂർണ്ണമായി തകർത്തു ഇറാൻ്റെ ഭരണം മാറിക്കഴിഞ്ഞാൽ അവിടെ വരുന്നത് അമേരിക്കൻ്റെ പാവ സർക്കാരായിരിക്കും. അതുമാത്രമല്ല, ഇറാൻ തകർന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത്, ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്രായേലിനെ എതിർക്കാനുള്ള ഒരു ആയുധശേഷി പിന്നീട് ഉണ്ടാവുകയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലുണ്ടാവുന്ന അപകടങ്ങൾ അവർ അവരുടെ ഗ്രേറ്റഡ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്ക് അവർ മുന്നിട്ടിറങ്ങും. അവരുടെ ആ ലക്ഷ്യം അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അന്ന് ഈ അറബികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. അവർക്കൊന്നും അത് എന്താ പറയുക, അതിനെതിരെ പ്രതിരോധിക്കാനോ ഒന്നിനും പറ്റില്ല. കാരണം അതിനൊരു തെളിവാണ് ഇസ്രായേൽ ഖത്തറിൽ കൊണ്ടുപോയിട്ട് ഒരു ആക്രമണം നടത്തിയിരുന്നു. ആ ആക്രമണത്തിൽ ഖത്തറിന് എന്ത് നിലപാടാണ് ഇസ്രായേലിനെതിരെ എടുക്കാൻ സാധിച്ചത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? പിന്നെ സൗദി അറേബ്യ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും അത് UAE ആണെങ്കിലും അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇസ്രായേൽ പോലെ അല്ല അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ ആയുധങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം ആയുധങ്ങൾ, ഇത്തരം ഡിഫൻസ് മെക്കാനിസം, ഇപ്പോൾ ഒരു രാജ്യത്തേക്കൊരു മിസൈലോ അല്ലെങ്കിൽ വല്ല യുദ്ധവിമാനങ്ങളോ കടന്നു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഡ്രോണുകളോ കടന്നു വരികയാണെങ്കിൽ അത് റഡാറുകളിൽ കണ്ട് അതിനെ റഡാർ മനസ്സിലാക്കിയതിന് ശേഷം അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കും. പക്ഷേ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഖത്തറിലേക്ക് പ്രവേശിച്ചപ്പോൾ ഖത്തറിൻ്റെ ഒരു റഡാർ സംവിധാനങ്ങളും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു സത്യമാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആ റഡാറുകൾ ഈ വന്നത് ശത്രു വിമാനങ്ങളല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. കാരണം ഈ വന്ന വിമാനങ്ങളൊക്കെ അമേരിക്കൻ്റെ വിമാനങ്ങളാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനൊരു അപകടം ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇറാൻ ഇവിടെ തകർന്നു കഴിഞ്ഞാൽ ഇനി ഇസ്ലാമിക ലോകത്ത് ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംഭവം ഇനി ഇവിടെ ഉണ്ടാവുകയില്ല. ഇനി അങ്ങനെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വല്ല അറ്റാക്കും ഇസ്ലാമിക ലോകങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ പ്രവർത്തിക്കണമെങ്കിൽ, അതിനെതിരെ ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ അത് ഇമാം മഹദി റളിയല്ലാഹുവിൻ്റെ സഹായം വേണ്ടി വരും. ഇമാം മഹദി റളിയല്ലാഹു ഇനി വരാതെ മുസ്ലിം രാജ്യങ്ങൾക്ക് നിലനിൽപ്പില്ല, അവർക്ക് വിജയം ഉണ്ടാകില്ല. അപ്പോൾ അവരുടെ മേലിൽ ഇസ്രായേൽ പോലെയുള്ള പാശ്ചാത്യ ശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടാകും. അപ്പോൾ അവരെ വിധേയപ്പെട്ട് അവരുടെ കീഴിൽ നിൽക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഇസ്ലാമിക ലോകത്തിന്, അവിടുത്തെ ഭരണാധികാരികൾക്ക് പറ്റുകയുള്ളൂ. അല്ലാണ്ട് അവരെ എതിർത്ത് നിൽക്കാൻ ഇന്നത്തെ ഭരണാധികാരികൾക്കൊന്നും പറ്റില്ല. ഇതൊരു പച്ചയായിട്ടുള്ള സത്യമാണ്. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പടച്ചവനോട്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. സമാധാനത്തിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് ഈ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കട്ടെ, സമാധാനമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.